കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരണപ്പെട്ട തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവിന്റെ കുടുംബത്തിനായി നിർമ്മിച്ച പുതിയ വീടിന്റെ താക്കോൽദാനം അല്പസമയത്തിനകം നടക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീമാണ് സ്നേഹ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. വീടിന്റെ താക്കോൽദാനം മന്ത്രി ആർ ബിന്ദു നിർവഹിക്കും. ഇപ്പോൾ സനോജ സുരേന്ദ്രൻ ചേരുന്നുണ്ട്. സനോജ, മനസ്സിൽ വിഷമമുണ്ട് എങ്കിൽ പോലും വളരെയധികം അഭിമാനത്തോടു കൂടി തന്നെയാണ് നമ്മളിത് പറയുന്നത്. കാരണം ആ ഒരു സമയത്ത്, ഈ അപകടമുണ്ടായ സമയത്ത്, ആ ഒരു സമയം മുതൽക്ക് ഈ നിമിഷം വരെ ആ കുടുംബത്തെ ചേർത്ത് നിർത്തുന്നു സർക്കാർ എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഇതാ അപകടം സംഭവിച്ച മാസങ്ങൾക്കിപ്പുറം നോക്കുമ്പോൾ അവർക്ക് പുതിയൊരു വീട് പണിതുയർന്നിരിക്കുന്നു. അതിൻ്റെ താക്കോൽദാന ചടങ്ങ് അല്പസമയത്തിനകം നിർവഹിക്കപ്പെടും. എങ്ങനെയാണ് വിവരങ്ങൾ? ഭദ്ര, തീർച്ചയായിട്ടും ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ ബിന്ദുവിൻ്റെ വേർപാട് ഈ കുടുംബത്തെ സംബന്ധിച്ച് തീരാത്ത നഷ്ടം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിലൂടെ ഈ കുടുംബം കടന്നു പോകുമ്പോൾ ഈ കുടുംബത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. അതുകൊണ്ട് തന്നെ മന്ത്രിമാർ ഓരോരുത്തരായി വന്നു പോയപ്പോൾ ഈ കുടുംബത്തിന് നിരവധി വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ആ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിക്കപ്പെട്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ സുരക്ഷിതമായിട്ടുള്ളൊരു ഭവനവും പണി കഴിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഈ വഴിയിലാണ്. നേരത്തെ ഇങ്ങനെ ഉള്ള ഒരു ക്രമീകരണം ഉണ്ടായിരുന്നില്ല. വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ് വേണമായിരുന്നു ഈ മുകളിൽ നിന്നും ഈ വീട്ടിലേക്ക് ഇറങ്ങി വരാൻ. ഇപ്പോൾ ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിനൊപ്പം തന്നെ ഇവിടേക്കുള്ള ഈ സ്റ്റെയർകേഴ്സും വളരെ മനോഹരമായി പണി കഴിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവിധ നിർമ്മാണ പ്രവൃത്തികളും കൃത്യമായും സമയബന്ധിതമായും പൂർത്തിയാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. 12,50,000 പരം രൂപ മുടക്കിയാണ് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. അതായത് പാതി പണി പൂർത്തിയായ ഒരു വീടായിരുന്നു. മുൻപ് സർക്കാരിൽ നിന്നും EMS ഭവന പദ്ധതി പ്രകാരം കിട്ടിയ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബിന്ദുവിൻ്റെ ഒരു വരുമാനം കൊണ്ട് മാത്രമാണ് ഈ കുടുംബം കഴിഞ്ഞു പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ തുച്ഛമായ വരുമാനം കൊണ്ട് മക്കളെ മികച്ച വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതായിരുന്നു ബിന്ദുവിൻ്റെ ലക്ഷ്യം. അങ്ങനെ മകനെ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു. ഒപ്പം തന്നെ മകൾക്ക് നേഴ്സിംഗ് പഠനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അങ്ങനെ രണ്ടു മക്കളെയും മികച്ച വിദ്യാഭ്യാസം കൊടുത്ത് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് മകളുടെ ഒരു രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചികിത്സയ്ക്കിടെ മെഡിക്കൽ കോളേജിൽ വെച്ച് അതിദാരുണമായി ഉണ്ടായ അപകടത്തിൽ ബിന്ദുവിൻ്റെ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനിടയിൽ വന്നുപോയ മന്ത്രിമാർ, ഏറ്റവും ഒടുവിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇവിടെ സന്ദർശിച്ച വേളയിൽ മകനോട് നൽകിയ ഒരു വാഗ്ദാനം എന്ന് പറയപ്പെടുന്നത്, മോൻ്റെ അമ്മയുടെ പേര് ബിന്ദു എന്നാണ്, എൻ്റെ പേരും ബിന്ദു എന്നാണ്. അമ്മ നഷ്ടപ്പെട്ടുവെന്ന വേദന ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടണം, വിളിക്കണമെന്നുള്ളതായിരുന്നു. അങ്ങനെ വാഗ്ദാനം കൊടുത്തതിനൊപ്പം തന്നെ ഈ കുടുംബത്തിൻ്റെ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ഏറ്റെടുക്കും, ആ പണി പൂർത്തീകരിക്കുമെന്നുള്ളതായിരുന്നു ഈ കുടുംബത്തിന് നൽകിയ വാഗ്ദാനം. അതുപ്രകാരം NSS നാഷണൽ സർവീസ് സ്കീമിൻ്റെ കേരള MG യൂണിവേഴ്സിറ്റികളിലെ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ 12,50,000 പരം രൂപ ചെലവഴിച്ചാണ് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ വീടിന് മുൻഭാഗത്തെ തറയോടുകൾ ഇട്ടിട്ടുണ്ട്. വീടിൻ്റെ ചുറ്റുമതിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നേരത്തെ വീട് ടൈൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ ടൈൽസിൻ്റെ പണികളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒപ്പം വീടിൻ്റെ വാതിലുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവിധ പണികളും പൂർത്തിയാക്കുവാൻ ഈ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഈ വിശ്രുതൻ ചേട്ടനെ സംബന്ധിച്ച് വളരെ സങ്കടകരമായ ഒരു സാഹചര്യമാണെങ്കിൽ കൂടിയും ഇപ്പോൾ ഈ സർക്കാർ പറഞ്ഞത് പ്രകാരം ഈ കുടുംബത്തിൻ്റെ വീട് പണി പൂർത്തീകരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത്? വീട് പണി നന്നായി ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഒരു മാസത്തിനകത്ത് വീട് എങ്ങനെ ഭംഗിയാക്കാൻ പറ്റുന്ന കോൺടാക്റ്റ് അത് ചെയ്തിട്ടുണ്ട്. സർക്കാരും അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുകയായിരുന്നു. ബാക്കിയുള്ള ഇതിലൂടെ ഇടപെട്ട ആൾക്കാരെല്ലാം അതിനു വേണ്ടി അശ്രാന്തം പരിശ്രമിച്ച് ഈ വീട് ഇതേ രീതിയിലാക്കി തന്നു. അത് എനിക്ക് നന്ദിയുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഓപ്പറേഷനും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. സർക്കാർ നമ്മളെ കൂട്ടി ചേർത്ത് പിടിക്കുക, അത് തന്നെ ഇപ്പോൾ പറയാനുള്ളത്. അത് തന്നെ ആദ്യഘട്ടം മുതൽ തന്നെ, പ്രത്യേകിച്ച് താങ്കളുടെ ഭാര്യയുടെ വേർപാട് വളരെ വേദനാജനകമാണെങ്കിൽ കൂടിയും ആ ഒരു ഘട്ടത്തിൽ, ആ പ്രതിസന്ധി ഘട്ടത്തിൽ സർക്കാർ നിങ്ങൾക്കൊപ്പം നിന്നു എന്ന് കരുതാൻ കഴിയുമോ? പിന്നെ തീർച്ചയായും. അത് ഭാര്യ മരിച്ചതിന് ശേഷവും നമ്മുടെ ഓരോ കാര്യങ്ങളിൽ നിന്നും വരുന്നത് സർക്കാർ നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ആയത്. അല്ലെങ്കിൽ പിന്നെ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ പറ്റത്തില്ലല്ലോ. ഞാനും അന്ന് ഒറ്റ വിശ്വാസത്തിലാണ് പറയുന്നത്. എനിക്ക് വിശ്വാസമാണ് സർക്കാരിന്. അപ്പോൾ അങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പാലിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ മകൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ എങ്ങനെ പോകുന്നു? അത് തരുമെന്നാണ് എൻ്റെ വിശ്വാസം. പേപ്പർ വർക്കും സർട്ടിഫിക്കറ്റും ഒക്കെ സാറിൻ്റെ കൊടുത്തിട്ടുണ്ട്. അത് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും. സീതാമ്മ നമുക്കിപ്പോൾ ചേരുകയാണ്, ബിന്ദുവിൻ്റെ മാതാവ്. അമ്മ, ഇപ്പോൾ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ നോക്കി കാണുന്നത്? ബഹുമാനപ്പെട്ട മന്ത്രിക്ക് വിനീതമായ കൂപ്പുകൈ. അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം റെഡിയായിട്ടും ചെയ്തു തന്നിട്ടുണ്ട്. ഞങ്ങളുടെ പണിക്കാരൻ നിന്നാണെങ്കിൽ സ്ഥലത്തിൻ്റെ പരിമിതിയൊക്കെ നോക്കി അദ്ദേഹം
ജോലിക്കാരെ നിർത്തി ഇവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത് സർവ്വ കാര്യങ്ങളും ചെയ്ത് അദ്ദേഹത്തിന് ഒരു നമസ്കാരം. പിന്നെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വീടിൻ്റെ പണിയും കൊച്ചിൻ്റെ ധനസഹായവും പിന്നെ കൊച്ചിൻ്റെ ജോലി വാഗ്ദാനം ശരിയായിരിക്കുന്നു. അത് തരുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, നിങ്ങൾക്കും കാണും. പിന്നെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അങ്ങനെ പാലിക്കപ്പെട്ടു. എല്ലാം പാലിച്ച് തന്നിട്ടുണ്ട്. വീടിന്റെ എല്ലാ പണികളും പൂർത്തിയായി. ഉള്ള പരിമിതിയിലെല്ലാം ഭംഗിയാക്കി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അജി എന്ന് പറഞ്ഞ കോൺട്രാക്ടർ ടൈല് പണിയും മറ്റേ വർക്ക് ഏരിയ ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. സ്ഥലം കുറച്ചേ ഉള്ളൂ, എന്നാലും ആദ്യത്തിൻ്റെ പരിമിതിയിൽ അദ്ദേഹം വേണ്ടതുപോലെയല്ല നിന്ന് ചെയ്ത് തന്നിരിക്കുകയാണ്. എത്ര സമയം കൊണ്ടാണ് ഈ വീട് പണി പൂർത്തിയായത്? ഇങ്ങനെ 1-ാം തീയതി തുടങ്ങി കർക്കിടം ഇന്ന് 10 കന്നി 10 ഇന്നാണ് ഇതെല്ലാം അവർ വൃത്തിയായിട്ട് ക്ലീനാക്കി പണിക്കാരൊക്കെ ആയി പോയത്. 1 മാസം 10 ദിവസം എടുത്തുള്ളല്ലേ വിശ്രമം ചേട്ടാ? ഇതിനിടയ്ക്ക് ഓണത്തിൻ്റെ 4-5 അവധി പോയി. ബാക്കിയുള്ളത് 2-3 ഞായറാഴ്ച പോയി. പിന്നെ പോയിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ദിവസം പോയി. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ അശ്രാന്തം 26-28 പേരെ വെച്ച് ഇത് നന്നാക്കി തരികയായിരുന്നു. ഇതിനകത്തുള്ള പരിമിതിയിൽ വെച്ച് ഈ വീട് ഭംഗിയാക്കി തന്ന കോൺട്രാക്ടർക്ക് ഞാൻ ഈ സമയത്ത് നന്ദി പറയുക. എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കോൺട്രാക്ടറെ ഞാൻ നമിക്കുക. കാരണം ഇത് ഈ രൂപത്തിലാക്കണമെങ്കിൽ കോൺട്രാക്ട് വിചാരിക്കാതെ നടക്കത്തില്ല. അതും സർക്കാർ ഞങ്ങൾക്കൊരു കുഞ്ഞു വീടുണ്ടാക്കി തന്നതിനകത്ത് നന്ദി പറയുക. അതാണ് ഭദ്ര, ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ഈ കുടുംബത്തെ സംബന്ധിച്ച് കുടുംബത്തിന് ഈ ബിന്ദുവിൻ്റെ വേർപാട് വളരെ സങ്കടകരമാണെങ്കിൽ കൂടിയും സർക്കാർ ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പം ഉണ്ടായിരുന്നു. പറഞ്ഞ കാര്യങ്ങളൊക്കെ പാലിക്കപ്പെട്ടു. വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. മകളുടെ ചികിത്സാ ക്രമീകരണങ്ങൾ സർക്കാർ ഒരുക്കി. മകൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ധനസഹായം നൽകിയിട്ടുണ്ട്. അങ്ങനെ പാലിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവിടെ നടപ്പാക്കിയിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പൂർത്തീകരണമാണ് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവൃത്തികളും ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ഭദ്ര. തീർച്ചയായും സനോജ്, എന്തായാലും കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിൻ്റെ കുടുംബത്തിനായി നിർമ്മിച്ച പുതിയ വീടിൻ്റെ താക്കോൽദാനം അത് അല്പസമയത്തിനകം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കുന്നതാണ്. ആ സന്തോഷം അവരുടെയൊക്കെ മുഖത്ത് ഉണ്ട്. ഒരു ഭാഗത്ത് നമുക്കറിയാം ബിന്ദുവിനെ നഷ്ടപ്പെട്ട ഒരു വേദനയുണ്ട് എങ്കിൽ പോലും സർക്കാർ പറഞ്ഞ ഓരോ വാഗ്ദാനങ്ങളും പടിപടിയായി നടപ്പിലാക്കുന്നു. അതിനുള്ള നന്ദി കൂടി ആ കുടുംബം അറിയിക്കുകയാണ്.